ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം അമ്മ എന്ന് പറയുന്ന താരസംഘടനയുടെ ജനറൽ ബോഡി ഇന്നലെ നടക്കുകയുണ്ടായി. ആ ഒരു ജനറൽ ബോഡിക്കിടയിൽ അമ്മ എന്ന് പറയുന്ന താരസംഘടന നയിക്കുന്ന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള ഭരണസമിതി ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് രാജിവെച്ചില്ലായിരുന്നു. അമ്മ എന്ന് പറയുന്ന താരസംഘടന നയിച്ചതിനകത്ത് ഏറ്റവും നാണം കെട്ട് പുറത്തേക്ക് പോകുന്ന ഒരു പ്രസിഡന്റായിട്ട് ശ്വേതാ മേനോൻ മാറിയത്. കാരണം അമ്മയിലെ ഭൂരിഭാഗം മെമ്പർമാർക്കും ഈ ഒരു ഭരണസമിതിയിൽ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ അവിശ്വാസ പ്രമേയത്തിൽ ഇവർക്കെതിരായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്തത്. അങ്ങനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താകുമെന്ന സിറ്റുവേഷൻ വന്നപ്പോഴാണ് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാജിവെച്ച് പുറത്തേക്ക് പോയത്. അതിനുശേഷം കുറെ അധികം നാടകീയമായിട്ടുള്ള രംഗങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. എന്തായാലും ശ്വേതാ മേനോനോട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾ അമ്മ എന്ന് പറയുന്ന താരസംഘടനയുടെ പ്രസിഡന്റ് ആയിരിക്കേണ്ട യാതൊരു യോഗ്യതയുമില്ലാത്ത ഒരു വ്യക്തിയാണ്. കാരണം ഞാനൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയിൽ ഞാനും മറ്റൊരു വ്യക്തിയും തമ്മിൽ, എന്റെ സംഘടനയിലുള്ള ഒരു വ്യക്തിയും തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിക്കാണ്ട് എന്റെ സംഘടനയുടെ അധ്യക്ഷനായിട്ടിരിക്കുന്ന ആൾക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. അതിനകത്ത് അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അമ്മ എന്ന് പറയുന്ന അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോൻ ഈ പറയുന്ന ടിനി ടോമും അൻസിബയും തമ്മിലുള്ള തർക്കത്തിൽ മൗനം പാലിക്കുകയായിരുന്നു. തനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ സംഘടനയെ നയിക്കാണ്ട് യാതൊരു യോഗ്യതയുമില്ലാത്തൊരു വ്യക്തിയാണ്. നിങ്ങൾ രാജിവെച്ച് പുറത്തു പോവുകയാണ് നല്ലത്. അല്ലാത്ത പക്ഷം നിങ്ങൾ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയാൽ പോലും നിങ്ങൾക്ക് കുറ്റം പറയാണ്ട് യാതൊരു റൈറ്റ്സുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന ഒരേ ഒരു കാർഡ് ഇന്നലെ ബാബുരാജ് പറഞ്ഞതുള്ളത് സ്ത്രീ എന്ന് പറയുന്ന കാർഡാണ്. അത് പക്ഷെ വാല്യൂ അല്ല. കാരണം നിങ്ങളുടെ ഭരണസമിതിയിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ഭാരവാഹിനെ വരെ, അതായത് ഒരു പെൺകുട്ടിയുള്ള ഭാരവാഹിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി അവർ ജിഹാദി എന്ന് വിളിച്ചു. അന്നേരം എല്ലാം പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങൾ മൗനം പാലിച്ചു. നിങ്ങൾ വൻ തോൽവിയാണ് എന്ന് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇന്നലെ ശ്വേതാ മേനോൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് കണ്ടു നോക്കാം. Personally, Shweta Menon in Amma in membership. ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡയായിരുന്നു. നമ്മളുടെ രജിസ്ട്രേഷൻ ഈ ഭാഗത്തായിരുന്നു. പക്ഷെ മിക്ക ആൾക്കാരും വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിശ്വാസം പ്രമേയം സൈൻ ചെയ്യിച്ചു. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ എത്രത്തോളം പരാജയപ്പെട്ട ഒരു പ്രസിഡന്റ് ആയിരുന്നു. നിങ്ങൾ മികവിറ്റ ഒരു പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭരണസമിതിയിൽ ആളുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അവർ നിങ്ങൾ തയ്യാറാക്കിയ ആ രജിസ്ട്രേഷൻ കൗണ്ടറിലേക്ക് എത്തത്തുള്ളായിരുന്നു. അത് എത്രത്തോളം പ്രഷർ ഉണ്ടെങ്കിലും അവർ അങ്ങോട്ടേ വരത്തുള്ളായിരുന്നു. അല്ലാതെ ഈ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് പോവില്ലായിരുന്നു. അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളോട് ആർക്കും തന്നെ താല്പര്യമില്ല എന്നുള്ളത്. പിന്നെ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് നിങ്ങൾ രാജിവെച്ച് പോയാലും ആ ഒരു സംഘടനയ്ക്ക് ഒന്നും സംഭവിക്കാനില്ല. കാരണം ഈ ഒരു അസോസിയേഷനിൽ മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറേയധികം താരങ്ങളുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏകദേശം 1 ലക്ഷം രൂപയോളമാണ് ഇവരുടെ ഈ പറയുന്ന അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുക്കുവാനുള്ള തുക. അതെടുക്കാതെയും കുറേയധികം താരങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ 1 ലക്ഷം രൂപയാണ്. അങ്ങനെ ഒരു 1 ലക്ഷം രൂപ കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റാത്ത നിരവധി താരങ്ങളും ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ ഈ സംഘടനയെ നയിക്കാണ്ട് യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. എന്നാൽ ഇതിനകത്ത് നടൻ ബാബുരാജിനെതിരേക്ക് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ പറയുന്ന ശ്വേതാ മേനോൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ബാബുരാജൊക്കെ ഉൾപ്പെടെയുള്ളവർ കളിച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും ബാബുരാജിന് പറയാനുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കുറ്റാരോപിതരുടെ കയ്യിലേക്ക് വീണ്ടും ഇട്ടെറിഞ്ഞു എന്ന് പറഞ്ഞ് അവരിവിടെ അതിന് മറുപടി നിങ്ങൾ അൻസിബ പറഞ്ഞ എന്താന്ന് കേട്ടാ മതി. എന്താ പറഞ്ഞത് അൻസിബ എന്താ പറഞ്ഞത്? നമ്മളോട് പറഞ്ഞ തന്നെ കാര്യങ്ങൾ ഒരാൾക്ക് മിണ്ടാനുണ്ടായില്ലല്ലോ. ആ കുട്ടിയുടെ കാര്യം പരാതി കേൾക്കേണ്ട ആരാണ്? ശ്വേതയായിരുന്നു. നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ട് എങ്ങനെ ഇവിടെ സ്ത്രീകൾക്ക് കിട്ടും? ഇവിടെ അങ്ങനെ സ്ത്രീകൾക്കാണ് എന്താ വേണ്ടത്? ഇവിടെ നമുക്ക് എല്ലാവരുടെയും കാര്യം നമുക്കറിയാം. ഓൾറെഡി തന്നെ നമുക്ക് പലതും ഫേസ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം മുന്നോട്ട് ഇതാണ് ബാബുരാജ് പറഞ്ഞിരിക്കുന്നത്. ബാബുരാജ് പറയുന്നത് കുറ്റാരോപിതരായിട്ടുള്ള ആരുടെയും കൈകളിലേക്ക് ഈ സംഘടന എത്തിയിട്ടില്ല എന്നാണ്. ഇപ്പോൾ താൽക്കാലികമായിട്ടൊരു അഡ്ഹോക്ക് കമ്മിറ്റീനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്, ഈ ജനറൽ ബോഡി കൂടി. അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് 4 മാസത്തിന് ശേഷം പുതിയ ഭരണസമിതി വരും. അന്നേരത്തേക്ക് ഇവർ പറയുന്നതൊക്കെ ഏതെങ്കിലും കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നേരം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന അഡ്ഹോക്ക് കമ്മിറ്റിക്ക് അത് ഗണേഷ് കുമാർ, അതേപോലെ തന്നെ രമേശ് പിഷാരടി തുടങ്ങിയ ആളുകളാണ് വന്നിരിക്കുന്നത്. പിന്നെ കൃഷ്ണപ്രഭ, അങ്ങനെ കുറച്ചധികം ആളുകളാണ് വന്നിരിക്കുന്നത്. പക്ഷേ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ പ്രസിഡന്റ് വൻ പരാജയമായിരുന്നു. അത് നിങ്ങൾ എത്രത്തോളം ന്യായീകരിച്ചിട്ടും കാര്യമില്ല. കാരണം കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി, അത് നിങ്ങളുടെ സംഘടനയിൽ നിങ്ങളുടെ ഭാരവാഹിയായിരിക്കുന്നത്, അതായത് സംഘടനയുടെ ഔദ്യോഗിക ഭാരവാഹിയായിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് നേരെ ഇത്ര രൂക്ഷമായിട്ടുള്ള അക്രമം ഉണ്ടായപ്പോൾ പോലും
നിങ്ങളവിടെ മൗനം പാലിച്ചു. പണ്ടെല്ലാവരും നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയാമായിരുന്നു. പാകിസ്ഥാൻ വന്നിവിടെ ബോംബിട്ടാലും ആറ്റം ബോംബിട്ടാലും പുള്ളി കുലുങ്ങത്തില്ല, പുള്ളി മൗനി ബാബയായിട്ട് ഇവിടെ ഇരിക്കും. പിന്നെ പറ്റുമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നിൽ പോയിരുന്ന് കരയും. അത് മാത്രമായിരുന്നു മൻമോഹൻ സിംഗ് ചെയ്തത് എന്നായിരുന്നു പലപ്പോഴും പലരും പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു കാര്യം, ഇത്രയും വിഷയങ്ങൾ നടന്നപ്പോഴും നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ഇവരെ തമ്മിൽ കണക്ട് ചെയ്ത് മുന്നിലിരുത്തി ഒരേ മേശയ്ക്ക് ഇരുത്തി സംസാരിച്ച് ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കാതെ നിങ്ങൾ മാധ്യമങ്ങളെ കണ്ട് നിങ്ങളുടെ തോന്നിവാർത്തനുള്ള ബൈറ്റുകൾ നൽകി ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കി. ഈ ലക്ഷ്മിപ്രിയ ആണെങ്കിലും നിങ്ങളാണെങ്കിലും പ്രിയങ്കയാണെങ്കിലും എല്ലാവരും അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് നിങ്ങൾ ഈ സ്ഥാനത്ത് ഇരിക്കേണ്ട യോഗ്യയല്ല എന്ന് നിങ്ങളുടെ സംഘടനയിലെ മറ്റ് അംഗങ്ങൾക്ക് തോന്നിയതിനകത്ത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നല്ലൊരു മികച്ച ഒരു പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ, ഈ സംഘടനയെ നയിക്കാൻ നല്ല ശേഷിയുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഈ ഒരു വിഷയം പോലീസ് സ്റ്റേഷനിലും കോടതിയിലും എത്തില്ലായിരുന്നു. അതിന് മുൻപ് തന്നെ പരിഹരിക്കപ്പെട്ടതിന് എന്തിന് മാധ്യമങ്ങളിൽ പോലും വാർത്ത വന്ന് ഈ സംഘടന പൊതുജന മധ്യത്തിൽ ചീഞ്ഞു നാട്ടിലായിരുന്നു. എന്തായാലും അൻസിബയ്ക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അന്നേരത്തേക്ക് നമുക്ക് കൂടുതൽ മനസ്സിലാവും ഈ പറയുന്ന ശ്വേതാ മേനോൻ എന്ന പ്രസിഡന്റ് എത്രത്തോളം വലിയ തോൽവിയായിരുന്നു എന്ന്. 32 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അമ്മയിൽ ഇങ്ങനെയൊരു സംഭവങ്ങൾ നടന്ന് കണ്ടത്. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വിശദമായി മെമ്പേഴ്സിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടാവാം. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതും ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും അവരവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരു കൃത്യതയുള്ള ജനറൽ ബോഡി ആയിരുന്നു ഇന്ന് നടന്നത്. കഴിഞ്ഞ ഭരണസമിതിക്ക് കൃത്യമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ ഈ ജനറൽ ബോഡിയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് ഒരുപാട് തവണ ആ കമ്മിറ്റി അംഗങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് 45 ദിവസം തരാമോ, ഒരവസരം കൂടെ തരാമോ എന്നൊക്കെ. എന്ത് ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അത്. പക്ഷെ ആ ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ജനറൽ ബോഡിയിൽ വിലപ്പോയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. വരവ് ചെലവ് കണക്കുകളുടെ കൃത്യത കുറവ് തന്നെയാണ് ആദ്യമായിട്ട് ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ നീന കുറുപ്പ് ചേച്ചിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഞാൻ ഉന്നയിച്ച കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ജനറൽ ബോഡിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റി. പക്ഷെ ഉച്ചയ്ക്ക് ശേഷമാണ് അവസരം കിട്ടിയത്. ആ അവസരം തന്നെ ചോദിച്ചു വാങ്ങിച്ചതാണ്. അത് അമ്മയിലെ ഓരോ മെമ്പേഴ്സിനോടും ഞാൻ നന്ദി പറയാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന്. കാരണം ഉച്ചവരെ എനിക്ക് അങ്ങനെ ഒരു അവസരം തരാൻ തയ്യാറായിരുന്നില്ല ഈ കമ്മിറ്റിയല്ല, ഇതുവരെ ഉണ്ടായിരുന്ന കമ്മിറ്റി. പക്ഷെ ഇവിടെയുള്ള ഓരോ വ്യക്തിയും എൻ്റെ കൂടെ നിന്നു. എനിക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള അവസരം അവരുണ്ടാക്കി തന്നു. ഞാൻ സംസാരിക്കുകയും ചെയ്തു. എന്തെല്ലാം കാര്യങ്ങളാണോ ഞാൻ മുന്നേ മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞിരുന്നത്, അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു എനിക്ക് അമ്മയിലും പറയാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വരവ് ചെലവ് കണക്കുകളുടെ കാര്യത്തിൽ കൃത്യതക്കുറവ് ഞാൻ ആദ്യം മുതലേ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളും കൃത്യമായി ഏതൊക്കെ വിഷയങ്ങളിലാണ് ആരൊക്കെയാണ് ഉൾപ്പെട്ടിരുന്നതെന്ന് കൃത്യമായിട്ട് ഞാൻ അമ്മയിലെ ഇന്നത്തെ ജനറൽ ബോഡിയിൽ ഞാൻ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ അത് പറയാൻ പറ്റിയതിലുള്ള ഒരു സമാധാനം ഉണ്ട് എനിക്ക് ഉറപ്പായിട്ടും. കാരണം നമുക്കറിയാം, ഒരു നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലേ. ആ ഒരുപാട് പ്രൊസീജിയേഴ്സ് തരണം ചെയ്ത് വേണം ആ നീതി എനിക്ക് ലഭിക്കാൻ. ആ നീതിക്കായി ഇനിയും ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളത് സത്യം തന്നെയാണ്. ഞാൻ അതിൽ നിന്ന് ഒരു തരി പോലും പിന്നോട്ട് ചലിക്കില്ല. പക്ഷെ ഇന്നിവിടെ നടന്നത് ചരിത്രപരമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പൊ ഇതാണ് അൻസിബ പറഞ്ഞത്. ഇവിടെയും അൻസിബയ്ക്ക് ആദ്യം നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അൻസിബയ്ക്ക് ഒരു പ്രശ്നമുണ്ട് ആ സംഘടനയ്ക്കുള്ളിൽ. ആ പ്രശ്നത്തെക്കുറിച്ച് അവർക്ക് ആ സംഘടനയുടെ ജനറൽ ബോഡിയിൽ സംസാരിക്കാൻ പോലുള്ള അവകാശം അല്ലെങ്കിൽ അനുവാദം ഈ പറയുന്ന പ്രസിഡന്റോ മറ്റു ഭാരവാഹികളോ നൽകിയില്ല. ലാസ്റ്റ് അവർ ആ സംഘടനയിലെ ഓരോരുത്തരുടെയും കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടാണ് അവർക്ക് ആ ഒരു അവസരം ഉച്ചയ്ക്ക് ശേഷം കിട്ടിയത്. എന്തുകൊണ്ട്? ശ്വേതാ മേനോൻ നല്ലൊരു പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടുള്ള അനുവാദം അവിടെ കൊടുത്തത് അൻസിബയ്ക്ക്. പക്ഷെ കൊടുത്തില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ, ശ്വേതാ മേനോൻ ചിലരുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അൻസിബ ജനറൽ ബോഡിയിൽ ആ ഒരു വിഷയം, അൻസിബയുടെ വിഷയം ചർച്ച ചെയ്യുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് മാധ്യമങ്ങൾക്ക് ഒരു ബൈറ്റ് നൽകിയപ്പോൾ ശ്വേതാ മേനോൻ പറഞ്ഞിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഈ ജനറൽ ബോഡിയിൽ അവർക്ക് സംസാരിക്കാനുള്ള അവകാശം നൽകിയില്ല? അൻസിബ തന്നെ പലരുടെയും കൈയും കാലും പിടിച്ചിട്ടാണ് അവർക്ക് അതിനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നത്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ പരാജയം തന്നെയാണ്. പിന്നെ ഏകദേശം 64 ലക്ഷം രൂപയുടെ ഒരു ക്രമക്കേടിനെ കുറിച്ച് ബാബുരാജ് തെളിവ് സഹിതം പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭരണസമിതിയെ എന്തിന് വെച്ചുകൊണ്ടിരിക്കണമെന്ന് ആ സംഘടനയിലെ അംഗങ്ങൾക്ക് തോന്നിയാൽ അവർ തെറ്റു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വന്ന 1 വർഷം പോലും ആയിട്ടില്ല. അതിനിടയിലാണ് സംഘടന ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയിലേക്ക് വീണ്ടും പോയത്. ഇത് അമ്മയെ കൂടുതൽ അല്ലല്ല, നിങ്ങൾക്കറിയാലോ എന്താണ് അവർ പറഞ്ഞു കൂട്ടുന്നത്. 4 കേസുകളാണ് ഉള്ളത്.
ഇതെല്ലാം അമ്മയിൽ ചെയ്തതിന്റെ കാര്യമോ? ടിനി ടോമോ അൻസിബൻ എന്നുള്ള കേസ് ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം കൈയെടുത്ത് വിരിയിക്കാരെ കൊണ്ട്. അതുകൊണ്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് നീട്ടിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോയില്ല. ഇത് അവരെല്ലാം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ലാഭത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് കാണുന്നത്. അഡോ കമ്മിറ്റി ഇപ്പൊ തൽക്കാലം 4 മാസത്തേക്കാണ്. അത് തൽക്കാലം 4 മാസമാണ്. അത് ഇനിയും തുടർന്ന് മുന്നോട്ട് പോകും അടുത്ത ഇലക്ഷൻ വരെ. അത് അവർ തന്നെ തീരുമാനിക്കും. സംഘടനയിലെ വരവ് ചെലവ് കണക്കുകളൊക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ദുരൂഹമായിട്ട് നിൽക്കുകയാണെന്നാണോ? കണക്കുകളിലൊന്നും ഒരു വ്യക്തതയില്ല. 67 ലക്ഷം രൂപയുടെ കണക്ക് എനിക്ക് തെറ്റിയയച്ചു. ആ 67 ലക്ഷം രൂപയുടെ കണക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ കുടുംബസംഗമം നടത്തി 67 ലക്ഷം രൂപ ഞാൻ വേണ്ടി ഇതിനകത്ത് കാണിച്ചു തരാം. മനസ്സിലായല്ലേ? അപ്പൊ ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് പ്രശ്നം. മനസ്സിലായ? അപ്പൊ സ്ത്രീകളുടെ കാർഡ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് ശരിയല്ലേ? 67 ലക്ഷം രൂപയുടെ കണക്ക് കിട്ടിയിട്ടില്ല. ഇത് ചാർട്ട് അക്കൗണ്ടിന്റെ അവരൊക്കെ അയച്ചിട്ട് ദൈവത്തിന്റെ ശക്തി കൊണ്ട് എനിക്ക് വന്നതാ. ഇവര് തന്നെ തെറ്റി എനിക്ക് അയച്ചു തന്നതാ. ശരിക്കും ഇത് ഒരു ബിസിനസ് കേസിലേക്ക് പോകേണ്ട കാര്യമാണ്. അല്ല, ഇപ്പൊ തൽക്കാലം എന്തായാലും നമുക്ക് ഇപ്പൊ ചാർജ് എടുത്തിരിക്കുന്ന ആൾക്കാർ നല്ല വിശ്വാസമാണ്, കാര്യങ്ങൾ ഏബിളായിട്ട് നടത്താൻ കഴിവുള്ളവരാണ്. നമുക്ക് നോക്കാം. 67 ലക്ഷം രൂപയുടെ കണക്ക് ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തിക്ക് തെറ്റി അയച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു തിരിമറി അദ്ദേഹത്തിന്റെയോ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന താരസംഘടനയിലെ ബാക്കിയുള്ള മെമ്പർമാരുടെ ശ്രദ്ധയിൽപ്പെടില്ലായിരുന്നു. ഈ 67 ലക്ഷം രൂപയുടെ കണക്ക് അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ വാർഷിക ജനറൽ ബോഡിയിൽ കാണിച്ചിട്ടില്ല. അതായത് 67 ലക്ഷം രൂപ മിസ്സിംഗ് ആണ്, ആവിയായിപ്പോയി. അങ്ങനെയൊക്കെ ഒരു ഭരണസമിതി ഈ ഒരു സംഘടനയെ മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരുന്നത്. മറ്റൊന്നുമല്ല, ഒരു ജനാധിപത്യ രീതിയിൽ രജിസ്റ്റർ ആയിട്ടുള്ള ഒരു സംഘടന അത് ആണെങ്കിൽ പോലും ഇത് സത്യത്തിൽ നമ്മുടെ കേരളത്തിലുള്ള രാഷ്ട്രീയ സംഘടനകളുടെ ഭാഗമായിട്ടൊന്നും പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല. ഇത് താരങ്ങളുടെ ഒരു സ്വകാര്യ കൂട്ടായ്മയാണ്. ആ ഒരു കൂട്ടായ്മയിൽ പോലും കൃത്യമായ രീതിയിൽ ഇങ്ങനെയൊക്കെ അഴിമതി നടത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയാട്ടോ. എന്നാലും പുതിയ ഭരണസമിതി 4 മാസത്തേക്കാണ് ചാർജ് എടുത്തിരിക്കുന്നത്. അഡ്ഹോക്ക് കമ്മിറ്റി, അതിനകത്ത് KB ഗണേഷ് കുമാറുണ്ട്, രമേഷ് പിഷാരടിയുണ്ട്, കൃഷ്ണ പ്രഭയുണ്ട്, അങ്ങനെ 1-2 പേരുടെ പേര് പറഞ്ഞു. ആ ആളുകൾ ഇനി കുറച്ച് നാള് ഈ അമ്മ എന്ന് പറയുന്ന താരസംഘടനയെ നയിക്കും. അതിനുശേഷമായിരിക്കും ഒരു തെരഞ്ഞെടുപ്പ് വരിക. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് അൻസിബയൊക്കെ മത്സരിക്കുമോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ല. മത്സരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം അൻസിബ എന്ന് പറയുന്ന വ്യക്തി ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി അധികം പണിയെടുത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ മത്സരിക്കട്ടെ, വിജയിച്ച് വരട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. പിന്നെ ലക്ഷ്മിപ്രിയയുടെ കാര്യം പറയുകയാണെങ്കിൽ അവരും ഈ പറയുന്ന താരസംഘടനയിൽ നിന്ന് രാജിവെച്ചു. അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അവർ മരിച്ചു കഴിഞ്ഞാൽ പോലും ആരും കാണാൻ വരല്ലേ എന്നൊക്കെ തരത്തിലൊക്കെ അവരിട്ടതാണെന്ന് പറയുന്നുണ്ട്. ബട്ട് ഞാൻ അവരുടെ ഫേസ്ബുക്ക് പേജിൽ കയറി നോക്കിയിട്ട് അത് കണ്ടില്ല. ഇനിയിപ്പോൾ മറ്റു ആരെങ്കിലും ക്രിയേറ്റ് ചെയ്താണോ അതോ ഒരു പക്ഷേ ഇനിയിപ്പം അവർ ഇട്ട പോസ്റ്റ് ഡിലീറ്റ് ചെയ്താണോ എന്നൊന്നും നമുക്കറിയില്ല. ഇങ്ങനെ ഇവരുടേതായിട്ട് ധാരാളം ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ നമ്മൾ അവരുടെ പ്രൊഫൈലിൽ ചെന്ന് നോക്കുമ്പോൾ കാണാറില്ല. പിന്നെ അതുലിനെതിരായിട്ട് കേസ് കൊടുത്തു എന്നറിഞ്ഞു. വളരെ മികച്ച തീരുമാനം. അതാകുമ്പം വേറെ എന്തെങ്കിലും കിട്ടുമ്പോൾ അവന്മാർ വലിച്ചൊരു ഒട്ടിച്ചു വിടും. അപ്പോൾ ശരിയാണ്.